അല്ല ശരിക്കും ബോഡി ലാംഗ്വേജിൽ നമ്മൾ ഒരാൾക്കാരെ പെട്ടെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമല്ലോ. പെട്ടെന്ന് ആ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ശരിക്കും അവരെ അടുത്ത് അറിയുമ്പോഴായിരിക്കും എത്ര ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് ശ്രീധുവിനെ ഇതേപോലെ ഫോട്ടോ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴും പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിത്തു, ഫ്രണ്ട്സ് ആയി. ഫോട്ടോ ഞാൻ ബിഗ് ബോസ് ആണല്ലോ ആദ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സീരിയലിൽ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കണ്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് മെമ്മറി ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യമേ ഞാൻ കൈ കൊടുത്ത് അതൊന്നും എനിക്ക് അത്ര അന്നേരം ഒന്നും ആരും ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ള ടൈം അല്ല. നമ്മുടെ മെന്റൽ വേറെ ജസ്റ്റ് കയറിയതുള്ളൂ. ഇപ്പൊ ഞാൻ കാണുമ്പോഴേക്ക് അവളുടെ ഒരു ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഫോട്ടോ കാണുമ്പോഴത്തേനും ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. ബോൾഡ് ഇൻ ദ സെൻസ് കുട്ടിത്തൊന്നും ഇല്ലാത്ത ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ. ബട്ട് എൻ്റെ ഡിഫറെന്റ് ആണ്. ജോളിയായിട്ട് ഫണ്ണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ശ്രീതു ഭയങ്കര ഒരു എന്താ പറയാ കുട്ടിത്തം ഭയങ്കരമായിട്ടുള്ള. എനിക്ക് പേഴ്സണലി എന്താ പറയാ, ഇപ്പം അടുത്ത ആളെ ഉപദ്രവിച്ചിട്ട് അവിടെ കയറി നിൽക്കണമെന്നൊന്നും ഇല്ല. അതെനിക്ക് അറിയാം. അതിൽ ശ്രീതുവിൽ ഒട്ടും ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താ ആ ഒരു ക്യാരക്ടറില്? നെഗറ്റീവ് ആൻഷ്യസ് ആവും കുറെ പെട്ടെന്ന്. എങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ അവൾ തന്നെ സോൾവ് ചെയ്യും. ബട്ട് സ്റ്റിൽ ആ ഒരു മൊമെന്റിൽ ടെൻഷൻ ആയിട്ട് അയ്യോ അങ്ങനെ പറ്റുന്നില്ല. അങ്ങനെ എത്ര ദിവസം അങ്ങനെ വെളിയിൽ കാണിക്കില്ല. വെളിയിൽ കാണിച്ചില്ലേലും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇല്ല, അർജുനക്ക് മേ ബി മനസ്സിലായില്ല, പക്ഷെ ഞാൻ കാണിക്കില്ല. ഓക്കെ, മാക്സിമം അടക്കി. അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സോ അല്ലെങ്കിൽ ഇന്നൊരാളുടെ എല്ലാ മൂവീസും ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ തന്നെ ആണെങ്കിലും അങ്ങനെ ശ്രീതു? എനിക്ക് ഓരോരുത്തരുടെ കിട്ടിയും ഒന്നൊന്ന് നമ്മൾ കത്തിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് ആയിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. സോ എനിക്ക് ലൈക്ക് ഓരോരുത്തരും മലയാളം മൂവീസും തമിഴ് മൂവീസും കാണാനും മോസ്റ്റ്ലി തമിഴാണ്. സൂര്യ സർ വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നല്ലൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ പറയുന്നത് മാത്രം കഥാപാത്രത്തിലേക്കൊന്നും ആയിട്ടില്ല. ജസ്റ്റ് അല്ല, എന്നാലും നിങ്ങൾ എയിം ചെയ്യുന്നത് അത് തന്നെയാണ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മൂവി. അപ്പൊ അതെനിക്ക് ബിഗ് ബോസിൽ നിന്നാണ് വന്ന ഒരു മൂവിയാണ്, ജിത്തു സാറിന്റെ. പറയാൻ പറ്റുമോ? അത് ആസിഫ് അലി, അപർണ അവരെല്ലാം ചെയ്യുന്ന ഒരു പടത്തില്. ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല, ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ബ്രേക്കാണ്. അപ്പം അതിലെനിക്ക് ലേണിംഗ് ആണ്, ഫുൾ ലേണിംഗ് ആണ്. അത് അത്ര വലിയ ക്രൂവിന്റെ കൂടെ ചെയ്യുന്നു. ഇതിൽ നിന്ന് ചെയ്തോണ്ട് എനിക്ക് അവിടെ പോകുമ്പോൾ കുറച്ചൊക്കെ അറിയാൻ പറ്റി. എവരിഡേ ലേണിംഗ് പ്രോസസ്. അതിപ്പം ഇന്ന ആളൊന്നുമില്ല, ഓരോ ആൾക്കാരൊന്നും കേൾക്കുന്നത്. പേഴ്സണലി ഞാൻ ലാൽ സാറിന്റെ ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം അങ്ങേര് പറയുന്ന നല്ല കാര്യം ഞാൻ ഫോളോ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ ലാലേട്ടൻ. എനിക്കറിയില്ല, ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബിഗ് ബോസിൽ അട്രാക്ട് ചെയ്ത വീക്കെൻഡ് എപ്പിസോഡ് ലാസ്റ്റ് സാർ ഒന്ന് മിണ്ടാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര മൊമെന്റ് ആണ്. വൺ ഓഫ് ദി റീസൺ ലാൽ സാർ തന്നെയാണ്. അപ്പം എനിക്കൊരു ഫാൻ ബോയ് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ലാൽ സാർ സംസാരിക്കുക, അല്ലെങ്കിൽ ശാസനം കേൾക്കുക, അല്ലെങ്കിൽ തമാശ പറയുക, ചിരിക്കുക, അതൊക്കെ എത്ര പേർക്ക് കിട്ടും? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു, ഞാൻ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ആ സമയമാകുമ്പോഴത്തേനും ഇതില്ല, ലാൽ സാറിനെ കാണാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഈവൻ ബിഗ് ബോസിന്റെ സൗണ്ട് ഒക്കെ ഞാൻ പേഴ്സണലി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ചെയ്ത് കിട്ടിയോ? ഇല്ല, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാര്യത്തിൽ അപ്രീസിയേഷൻ കിട്ടിയോ? അതുണ്ട്. ലാൽ സാറ് കുറെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് തന്നെ. എനിക്ക് വിഷുവിന്റെ സമയത്ത് എനിക്ക് പനിയാന്ന് പറയുമ്പോ എന്റെ ഇവിടെയൊക്കെ തൊട്ടൊക്കെ നോക്കി പനി കൂടി. എനിക്കതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പം അതിപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ അത്രയും അഡ്മയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളെ അത്രയും പാമ്പർ ചെയ്യുമ്പോഴത്തേക്കിന് അതിനേറ്റവും ബെസ്റ്റ്. അപ്പൊ പനി വന്നത് തന്നെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും. എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. ആൾക്കാർ നോക്കി മോനെന്ന് വിളിക്കുമ്പോ തന്നെ നമുക്ക് അങ്ങനെ ആ ഒരു വിളി കേൾക്കുമ്പോ തന്നെ നമ്മള് ഇല്ലാതാവും. ഉറപ്പായിട്ടും. അപ്പൊ അടുത്തിരിക്കാനൊക്കെ ആണെങ്കിൽ ലാൽ സാറിന്റെ കൈ പിടിച്ച മൊമെന്റിലൊക്കെ ആണെങ്കിൽ ഞാൻ അതൊരിക്കലും എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഞാൻ ബിഗ് ബോസ് ചെയ്യുന്ന ടൈമാണ്. കാരണം ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെയുള്ള കിട്ടുന്ന കുറച്ച് നിമിഷങ്ങൾ. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കും കൂടെ പോവാം.
നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ. അപ്പൊ അർജുന്റെ ഇഷ്ടം എന്താണെന്ന് ശ്രീതുവിന്റെ ഇഷ്ടം എന്താണെന്ന് അർജുനും പറയണം. നിങ്ങൾക്ക് പരസ്പരം എത്രത്തോളം, നിങ്ങളിപ്പോ കുറച്ച് നാളായിട്ട് നിങ്ങൾ പരിചയമുള്ള ആൾക്കാരല്ലേ, സോ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എഴുതാൻ ബോർഡ് ഉണ്ടോ? പറഞ്ഞാൽ മതിയോ? അപ്പൊ അവര് നിങ്ങൾ ജെനുവൻ ആയിട്ട് പറയണം കേട്ടോ, ഫേക്ക് ചെയ്യരുത്. ഇപ്പൊ അർജുൻ പറയുമ്പോൾ ശ്രീതുവിന്റെ കറക്റ്റ് അതല്ല എന്നുണ്ടെങ്കിൽ പോലും ശ്രീതു അർജുനെ ഫേവർ ചെയ്ത് ആൻസർ ചെയ്യരുത്. ഓക്കെ, ശ്രീതുവിന്റെ അടുത്ത് ആദ്യം ചോദിക്കാം. ശ്രീതുവിന്റെ ഇഷ്ടപ്പെട്ട നിറം എന്താണ് അർജുൻ? റെഡോ? കറക്റ്റ് ആണോ? ഓ, ഇഷ്ടപ്പെട്ട ആക്ടർ? പറഞ്ഞോളൂ. ഇനി നേരെ ചിരിച്ചു വെച്ചാലോ, അർജുന്റെ ഫേവറേറ്റ് നിറം? ബ്ലൂ. ഇപ്പൊ ബ്ലൂ. അപ്പൊ നേരത്തെ വന്നിട്ട് അല്ല, ഇപ്പൊ ബ്ലൂ ഒന്ന് മതിയല്ലോ. അല്ല, ഇപ്പൊ ബ്ലൂ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. അല്ല, ഇപ്പൊ ബ്ലൂ ഇഷ്ടം പറഞ്ഞിട്ട് ആണോ? ഓക്കെ, അർജുന്റെ ഫേവറേറ്റ് ആക്ടർ അതും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, അപ്പൊ പിന്നെ ചോദിക്കണ്ട. ഓക്കെ, നിങ്ങളെ പറഞ്ഞു. അയ്യോ, ഇഷ്ടപ്പെട്ട ഭക്ഷണം? അർജുന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? അർജുന് വന്നിട്ട് ഇഷ്ടപ്പെടാത്തതില്ല അല്ലേ. ഇഷ്ടപ്പെട്ട ഭക്ഷണം പെട്ടുപോയി. പറയൂ. ബ്ലാങ്ക് ആയി പോയി. അല്ല, ഫസ്റ്റ് അർജുൻ വരട്ടെ, ഞാൻ ആലോചിക്കട്ടെ. ഒരു മിനിറ്റ്. ഡെയിലി കഴിക്കുന്നതാണ് ദോശ. ആർക്ക്? ഇഷ്ടപ്പെട്ടല്ലേ ദോശ? ആണോ ശ്രീതു? അതുപോലെ പറയാൻ പറ്റുമോ? ഞാൻ മെയിൻ കോഴ്സ് ഞാൻ പറയാൻ വിചാരിച്ചു. സോറി, ദോശ. ദോശയാണ് ഇഷ്ടം. മസാല ദോശ, പൊടി ദോശ എല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദോശയാണ് ഇഷ്ടം. ഓക്കെ, ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ? അർജുന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഡെസ്റ്റിനേഷൻ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം? അർജുന് വന്നിട്ട് നിറയെ ഈ കാമായിട്ട് നേച്ചർ സംബന്ധപ്പെട്ടതൊക്കെ ഇഷ്ടമാണ്. സോ അതുപോലെ ആണോ? ശാന്തമായിട്ടുള്ള ഫോറസ്റ്റ് അതുപോലെയൊക്കെ. ഓ, ശാന്തം പറഞ്ഞിട്ട് ഫോറസ്റ്റോ? ഫോറസ്റ്റ് തന്നെ. നേരെ തിരിച്ച് ഇന്ത്യക്ക് പുറത്താണോ ഇന്ത്യക്ക്? അങ്ങനെയൊന്നുമില്ല. കൊറിയ, സ്വിറ്റ്സർലാൻഡ്, പാരീസ്, അങ്ങനെ കുറച്ച്. കറക്റ്റ് ആണോ ശ്രീതു? ബട്ട് ലൈൻ തെറ്റായി പോയി. ഫസ്റ്റ് പാരീസ്. ഞാൻ പറയും തെറ്റിപ്പോയി. അക്കാര്യം തെറ്റിപ്പോയി. ഫസ്റ്റ് പാരീസ്, പിന്നെ കൊറിയ. ഓക്കെ, അവിടെയാണ് പെട്ടുപോയത്. അടുത്തത് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ്? അർജുൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ഉണ്ട്. അതെന്താ എത്ര ചീട്ട്? അല്ല, ഞാൻ എന്തോ ഉണ്ടല്ലോ അതിന്റെ ബാക്കില്. എന്ത് പറയാ, എന്താ പറയാ, മേ ബി ബാഗി ജീൻസ് ലൂസ്, അതന്നെ ബാഗി ടൈപ്പ്. ആ ഒരു സംഭവം ഇഷ്ടം. ആണോ? ഞാനിപ്പോ ലൂസ് ഒക്കെ എനിക്ക് ഇഷ്ടം. കംഫർട്ടബിൾ ആണ്. ട്രാവൽ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ലൂസ് കിട്ടുന്നു പോകുമ്പോഴത്തേനും. ഓക്കെ, നേരെ തിരിച്ച് ഇഷ്ടമുള്ളതല്ലേ കൊറിയൻ ഡ്രസ്സസ് ഒക്കെ അല്ലേ? കൊറിയൻ ടോപ്പ്, അങ്ങനത്തെ കുറച്ച് ക്യൂട്ട് ഡ്രസ്സസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? കൊറിയക്കാരി, അതെ, അതുപോലത്തെയാണല്ലോ ഇപ്പൊ ഇട്ടിരിക്കുന്ന. ഇഷ്ടപ്പെട്ടത് അമ്മയറിയാതെ എന്ന സീരിയലിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ശ്രീതു. സീരിയലിലെ പ്രധാന കഥാപാത്രമായി എത്തിയ അന്യഭാഷാ നടിയെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറന്നു കാണാൻ ഇടയില്ല. പകയുമായി എത്തിയ കോളേജ് അധ്യാപികയാണ് ശ്രീതു. ഇന്നും മലയാളികളുടെ മനസ്സിൽ അമ്മയറിയാതെ, അമ്മ ആരെന്നറിഞ്ഞിട്ടും ആ സ്നേഹം ലഭിക്കാതെ വന്ന ഒരു പെൺകുട്ടി, അതുതന്നെയാണ് ശ്രീതു. എന്നാൽ ബിഗ് ബോസിൽ എത്തിയതോടെ ശ്രീതുവിന്റെ ഇമേജ് ആകെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബിഗ് ബോസിന്റെ 5ാം സീസണിലാണ് ശ്രീതുവും അർജുനും ഒക്കെ പങ്കെടുത്തത്. ഇതിൽ അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ഇരുവരും പ്രണയ ട്രാക്ക് എടുക്കുകയാണെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും പുറത്തും അതേപോലെ തന്നെ സൗഹൃദം സൂക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇരുവരുടെയും കുടുംബത്തിന് ഇത് പ്രണയമാണ് എന്ന് അറിയുകയും ചെയ്യാം. ബിഗ് ബോസിൽ ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഇരുവരും പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇരുവരുടെയും നോട്ടങ്ങളും സംസാരങ്ങളും ഒക്കെ ആ വഴിക്കെത്തിയത്. ശ്രീതുവിനെ അർജുൻ നോക്കുന്നത് കണ്ടാൽ തന്നെ ഇരുവരും പ്രണയത്തിലാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. ഈ കോംബോ പെട്ടെന്നങ്ങ് ഹിറ്റായി മാറി. അതോടെ ഇരുവരും പുറത്തിറങ്ങിയതോടെ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും ആൽബങ്ങളും ഒക്കെ ചെയ്യാനും തുടങ്ങി. എന്നാണ് ശ്രീതുവിന്റെയും അർജുന്റെയും വിവാഹം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും ശ്രീതുവും അർജുനും മനസ്സ് തുറക്കുകയാണ്.